സാധാരണക്കാരെ പക്ഷമൊരുക്കുന്ന ഈ ഗവൺമെന്റ് അല്ലാതെ ഇതുപോലെ ഇത്രയും പണം ചെലവഴിച്ച് സാധാരണക്കാരായ തീരദേശവാസികളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാൻ കഴിയുമോ? ഇങ്ങനെ ഒരു ഗവൺമെന്റ് അല്ലാതെ ഇപ്പോ ഈ വയനാടിനകത്ത ഈ ദുരന്തങ്ങൾ, ചൂരൽമല ഉണ്ടാക്കിയ ദുരന്തത്തിൽ പെട്ട ആളുകൾ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ പോലും അവരുടെ വിദൂര സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ടൗൺഷിപ്പാണ് ഇപ്പോൾ അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. സുനാമി മോഡൽ ടൗൺഷിപ്പ് ചില ആളുകളുടെ മണ്ഡലത്തിൽ കൊണ്ടുപോയുള്ള പദ്ധതിയല്ലത്. അപ്പൊ അത്തരം വലിയ മാറ്റം നടക്കുന്നത് ആളുകൾ അറിയരുത് എന്ന ഒരു ധാരണയിലാണ് ഇത്തരം പ്രചാരവേലകൾ നടക്കുന്നത്. അപ്പൊ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വമാണ് ഗവൺമെന്റ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റേതായിട്ടും PMOയുടേതായിട്ടും നിരന്തരമായിട്ട് ആളുകളുടെ ഫോണുകളിലേക്ക് മെസ്സേജ് വരുന്നതും സഹകരണത്തിന്റെ ഉദാഹരണം കാണാൻ പറ്റും. അല്ല, നിങ്ങൾ എന്തെങ്കിലും അത് ഒന്നാം പേജ് കൊടുത്തിട്ടുണ്ടോ? മനോരമ ഞങ്ങൾ കൊടുത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ഉത്കണ്ഠയുണ്ടല്ലോ. ഇത്രയും കാലത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ പ്രധാനമന്ത്രിയുടെ സന്ദേശം കൊടുക്കുന്നത് തെറ്റാണെന്നും ജനങ്ങളുടെ പണം ദുർവ്യയം ചെയ്യാണെന്നും എപ്പോഴെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? തെലങ്കാന ഗവൺമെന്റ് എല്ലാ ദിവസവും കവർ ഇത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? നേരത്തെ അത് തന്നെ ഞാൻ പറഞ്ഞത്, നേരത്തെ രാജസ്ഥാൻ ഗവൺമെന്റ് കേരളത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ ഈ മലയാളികൾ ആരെങ്കിലും രാജസ്ഥാനിലുണ്ടോ എന്ന് അന്ന് ചോദിച്ചിരുന്നില്ലല്ലോ. ഇപ്പൊ രാജസ്ഥാനിലെ ഗവൺമെന്റ് പോയി തെലങ്കാനയിലെ ഗവൺമെന്റ്, തെലങ്കാനയിലെ പരസ്യമല്ലേ പ്രധാന പത്രങ്ങൾ ജാക്കറ്റായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്തരം പണം ദുർവ്യയം ചെയ്യുമെന്ന ചോദ്യം എന്തേ നിങ്ങൾ പ്രതിപക്ഷത്തോട് ചോദിക്കാത്തത്? ആ കേരളത്തിന്റെ നേട്ടം ലോകം അറിയണം. അവര് മലയാളത്തിൽ എന്താ പ്രത്യേകത? ഞങ്ങൾ ഏത് പ്രാദേശിക ഭാഷയിലാണ് കൊടുത്തേക്കണം? ഞങ്ങൾ തമിഴ് കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ മറാഠി കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ തെലുങ്കി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഞങ്ങൾ ഇംഗ്ലീഷ് കൊടുത്തു. അല്ല, ഞാൻ ചോദിച്ചത് അല്ല, ഞാൻ പറയുന്നത് കോടതി പറഞ്ഞത് ഞാൻ അന്നേ ചോദിച്ചു. അങ്ങനെ തുടർച്ചയായി വരുന്നതിനെ കുറിച്ച് ഇപ്പൊ ഞങ്ങൾ ഒന്ന് കൊടുത്തപ്പോഴല്ലേ നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടായുള്ളൂ. ആ PMOയിൽ നിന്ന് ഞാൻ ചോദിച്ചത് തന്നെ, PMOയിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞങ്ങളിപ്പോ ഒന്നല്ലേ കൊടുത്തുള്ളൂ. PMOയിൽ നിന്ന് എത്ര കാലമായി? നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ വന്നിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് മനസ്സിലായില്ല. PMOയിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയില്ലേ? ഒരു ചരമക്കോടത്തിലെങ്കിലും നിങ്ങൾ ഉത്കണ്ഠയുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്? അല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് പറ. ഇതുവരെ നിങ്ങൾക്ക് ഇല്ലാത്ത ഉത്കണ്ഠ ഇപ്പൊ എന്താ വരണേ? ഞങ്ങൾ കൊടുക്കുമ്പോൾ ജനങ്ങൾ അറിയിക്കാതിരിക്കാൻ നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് പോകുന്നു. അല്ല, കോടതി പറഞ്ഞ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ നടിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, ഇത്ര കാലം ഈ പ്രചരണം വന്നപ്പോ ഒരു ആശങ്കയില്ല. BJPയുടെ ഒരു നേതാവിനോടും പത്രസമ്മേളനത്തിൽ ചോദിച്ചിട്ടില്ല, ഒരു എഡിറ്റോറിയലും കണ്ടിട്ടില്ല, ഒരു ചെറിയ വാർത്ത പോലും, മിന്നിത്തിളങ്ങുന്ന വാർത്ത പോലും കൊടുത്തിട്ടില്ല. ചില മാധ്യമങ്ങൾ ബോധപൂർവം വാർത്തകൾ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് പോകുന്നു. അപ്പൊ നിങ്ങൾ ഞങ്ങളെ പറഞ്ഞത് ആദ്യമായിട്ട് ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ ഞാൻ തന്നെയാണ് ആദ്യം പറഞ്ഞത്. അന്നത്തെ ദിവസം പത്രക്കാരോട് പറഞ്ഞു, എന്തേ നിങ്ങൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാത്തത്? കോടതി പറയുന്നു അറിയാനുള്ള അവകാശം ജനങ്ങളുടെ അവകാശമാണ്. എന്നാൽ പറയുന്നത് തെറ്റുണ്ടോ അത് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും പണം വരും എന്നൊരു മെസ്സേജ് നേരത്തെ വന്നിരുന്നല്ലോ, അതിനനുസരിച്ച് ആർക്കെങ്കിലും പണം വന്നോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങൾ പറഞ്ഞതിൽ വസ്തുതാവിരുദ്ധമായ ഏതെങ്കിലും ഒരു കാര്യം ഈ മെസ്സേജുകളിൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം ഇല്ലല്ലോ. അപ്പൊ അത് നന്നായിട്ട് എടുക്കുക. പിന്നെ തെറ്റായ പ്രചാരം വരെ ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് എല്ലാവരും അവതരിപ്പിക്കുകയും ചെയ്യും. ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സർക്കാരാണിത്. അങ്ങയുടെ മന്ത്രിസഭയിലെ ഒരു സഹപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഭാര്യ അതിന് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഇന്നലെ ഉന്നയിച്ചു. ആരോപണത്തിൽ പിന്മാറുന്നില്ല, പരാതിയുമായി പോകുന്നില്ല എന്ന് പറയുന്നു. അതെന്താണ് ഇങ്ങനെ ഒരു വിഷയം? ഗൗരവമുള്ള വിഷയമല്ലേ അത്? അല്ല, നോക്കാം, എന്താ നോക്കാം. ഇന്നലെ വന്ന വാർത്തയാണ്. അതെ, അതിന്റെ സമയം നമുക്ക് പറയാം. അത് ഈ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതി നിലപാട് അറിയിക്കേണ്ടതാണ്. നമ്മൾ നയപരമായ തീരുമാനം എടുത്തിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 7 ചോദ്യങ്ങളാണ് സുപ്രീം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, ശബരിമല മാത്രമല്ല സുപ്രീം കോടതി കേൾക്കുന്നത്. എല്ലാ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പൊതുവായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾക്ക് വ്യക്തത വന്നതിന് ശേഷം മാത്രമേ ശബരിമല റിവ്യൂ ഹർജി കേൾക്കണോ വേണ്ടയോ എന്നതിലേക്ക് അവരെത്തുള്ളൂ.
ആ 7 ചോദ്യങ്ങൾ ഞങ്ങൾ ഭരണഘടന, ഞാൻ നേരത്തെ പറഞ്ഞു, ഭരണഘടനാ വിദഗ്ധരുമായിട്ട് കൂടി ചർച്ച ചെയ്ത് ഒരു വ്യക്തത വരുന്നു. അതിലൊന്നിപ്പോ 25-26 ഡിനോമിനേഷൻ പ്രശ്നം എങ്ങനെ വെക്കുന്നു, പിന്നെ അവിടെ ഇത്തരം കാര്യങ്ങളിൽ ഭരണഘടനാപരമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എങ്ങനെയാണ് നിൽക്കുന്നത്, ജുഡീഷ്യലിക്ക് ഇടപെടാനുള്ള അതിന്റെ ലിമിറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള 7 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആ 7 ചോദ്യങ്ങൾ ഞങ്ങൾ വളരെ വിശദമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 14-ാം തീയതിക്ക് മുമ്പ് തന്നെ അവ സംബന്ധിച്ചുള്ള ഗവൺമെന്റിന്റെ അഭിപ്രായം വളരെ വ്യക്തമായി തന്നെ കൊടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.